എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്? അടിപൊളി. പിന്നെ ആന കരിമ്പും കാട്ടി കയറി അവിടെ ഇടിച്ചു പിഴിഞ്ഞു. എൻ്റെ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തു. നൈസ് 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 നൈസ്. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫിൽ ഒതുങ്ങി ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോണത്. ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് എൻ്റെ സ്പെക്സ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ട് സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഒരു ദിവസം നമ്മൾ പോയിട്ട് നമ്മുടെ കണ്ണിൻ്റെ പവർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഏത് ഡിസൈനാണ് വേണ്ടത്, ഏതാണ് സ്പെക്സ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ ചുമ്മാ ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്പോട്ടും അതേപോലത്തെ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീടുകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അടിപൊളി വീടുകളാണ് കേട്ടോ. ഇവിടുത്തെ എന്താ പറയുക, ഇൻറ്റീരിയർ വർക്കും അതേപോലെ തന്നെ ഇവിടുത്തെ വീടിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അടിപൊളിയാണ്. ആദ്യത്തെ ദിവസം വന്നപ്പോഴേലും എനിക്ക് ഏകദേശം ഒരു പ്രേതാലയം ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഓരോ വീടിൻ്റെ മുമ്പിലും ചില സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ സിംഹം അതേപോലെ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഐറ്റംസ് ആ ഒരു സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായി. പിന്നെ പകൽ കണ്ടപ്പോഴേലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്ന അടുത്തുള്ള, അതായത് നമ്മളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടുള്ള വീടുകളാണ് കേട്ടോ ഇതൊക്കെയും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണെന്ന് അറിയത്തില്ല. എവിടെ പോകുമ്പോഴും ഞാൻ മിസ് ചെയ്യാത്തതാണ്. എനിക്ക് 2 സ്പെക്സ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എങ്ങനെയെങ്കിലും എൻ്റെ ബാഗിലുണ്ടാകും. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴേലും എവിടെ പോയി, എങ്ങനെ മറന്നു, എന്താ പറ്റിയെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മേ ബി തിരക്കിൽ പെട്ടിട്ട് മറന്നു പോയി കാണും, എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ നേരം നമ്മൾ ഫോണ് ലാപ്പൊക്കെ മാറി മാറി നോക്കുമ്പോഴേലും ആ ഒരു ഇഷ്യൂ. അതുകൊണ്ട് എനിക്ക് സ്പെക്സ് ഭയങ്കര മസ്റ്റാണ്. അപ്പോൾ നമ്മൾ പോയി വാങ്ങിച്ചിട്ടുണ്ടായി. ഇതായിരുന്നു സ്പെക്സ്. ഭയങ്കര ഗംഭീരമായ വലിയ സ്പെക്സാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എല്ലാം തന്നെയും ബ്രാൻഡഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഭയങ്കര പ്രൈസിയാണ്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഭയങ്കര സീനാണ്. നമുക്കൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നമുക്കൊരു ചെറിയ ഒരു പ്രൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ കുറച്ച് ഓഫ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഫോറിനേഴ്സ് വന്നിട്ട് എല്ലാം തന്നെയും, അതായത് വാങ്ങിക്കുന്ന പൈസേൻ്റെ മേലെ കുറേ ടിപ്സും കൂടെ കൊടുക്കണമുണ്ട്. അവർക്ക് എല്ലാത്തിനും ആ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഫോറിനേഴ്സ് വരുന്ന സ്പോട്ടാണ്, എല്ലാവരുടെ കയ്യിലും കാശാണ്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സ്പെക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇട്ടപ്പോഴേലും ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കുന്നുണ്ടായിട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിൽ ഒരു ലോട്ടസ്, ഒരു എന്താ പറയുക, ഇവിടെ എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടാണ്. നമുക്ക് ഫുഡുണ്ട്, അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. അതായത് നമ്മളുടെ വീട്ടിലോട്ടേക്ക് പാക്ഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. ഇല്ല ഡ്രസ്സ് വാങ്ങിക്കണം, നമുക്ക് മൊബൈൽ ഫോൺസ്, ക്യാമറാസ്, അങ്ങനെ എന്ത് വാങ്ങിക്കണമെങ്കിലും, ക്യാമറാസ് ഉണ്ടോയെന്ന് അറിയത്തില്ല, മൊബൈൽ ഫോൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് ചുറ്റി കാണിച്ചു തരുവാണ്. ഇവിടെ ഫോൺസൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേലും നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ച് നോക്കുമ്പോഴേലും അത്യാവശ്യം നല്ല രീതിയിൽ ഓഫാണ്. ഇവിടെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരേ ഒരു സാധനം അതാണ്. ബാക്കിയൊക്കെ നമ്മളുടെ ഏകദേശം നാട്ടിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും അതേപോലത്തെ നമ്മളുടെ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയും നാട്ടിലെ സെയിം പ്രൈസ് തന്നെയാണ് ഏകദേശം. അതിനേക്കാളും ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതല്ലാതെ നമ്മളിവിടെ എന്താ പറയുക, മൊബൈൽ ഫോൺസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലെ പൈസ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വരുമ്പോഴേലും നല്ലൊരു ഹ്യൂജ് ഡിസ്കൗണ്ട് പോലെ ഉണ്ട്. ഓൾറെഡി നമുക്ക് വരുന്ന പൈസ ഡിഫറൻസ് ഉണ്ട്, അതിനകത്ത് ഹ്യൂജ് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് പറ്റിയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണമെന്നുണ്ട്. നോക്കാം. അപ്പം ഇപ്പം നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്ന ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലാറ്റയും അവൻ കാപ്പിച്ചീനോ അങ്ങനെ എന്തോ 2 ഐറ്റംസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ് ആരാ ഓർഡർ ചെയ്ത്, ഏതാ വാങ്ങിയത്, ഏതാ കുടിച്ചതെന്ന് അറിയത്തില്ല. 2 ആളും ഷെയർ ഇട്ടിട്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതും അതിൻ്റെ കൂടെ ആപ്പിൾ പൈ, അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ആപ്പിൾ എന്തെല്ലോ സോക്ക് ചെയ്ത് കുറേ നാൾ വെച്ചതിന് ശേഷം എന്തോ ഒരു മാവിലൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് ബേക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രോസസ്സ്. എന്തായാലും സംഭവം ഗംഭീരമാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ വേറെ 2 ഐറ്റംസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായി. ചോക്ലേറ്റ് മൂസും അതേപോലെ ചീസ് കേക്കും. ചീസ് കേക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ വലിയൊരു ഹ്യൂജ് ഫാനായി മാറി. പല ഫ്ലേവറിലും കഴിച്ചു. എനിക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചീസ് കേക്കും ഗംഭീരമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതിനേക്കാളും മുൻപേ ചീസ് കേക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കര ഹ്യൂജ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ച വേറൊരു ഐറ്റമാണ് കാപ്പി. കാപ്പി ഇൻ ദ സെൻസ് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ വൈകുന്നേരം രാവിലെയൊക്കെ, ഞാൻ രാവിലെ അതേപോലെ വൈകിട്ടൊക്കെ ചായ കുടിക്കും. ചായ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ ഇപ്പം നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. അതും നമ്മുടെ തേയില കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതേ സെയിം എസൻസോ കാര്യങ്ങളോ കിട്ടത്തില്ല. പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ട് കുടിക്കുകയാണെങ്കിൽ പോലും
ഈ പറയുന്ന പോലെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഇവിടെ വേറെ കുറേ മസാലാസൊക്കെ ഇട്ടിട്ട്, പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സിമിലർ ആയിട്ടുള്ള ചായ കിട്ടും. എന്നാൽ പോലും ഭയങ്കര മധുരമൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവിടുത്തെ ചായ. അങ്ങനെ ഞാൻ ഏകദേശം ഇവിടെ വന്ന ശേഷം ചായ കൂടി നിർത്തി. മാത്രമല്ല ചായ കൂടി നിർത്താനുള്ള മെയിൻ റീസൺ, ഒരു പ്രാവശ്യം കോൾഡ് കോഫി എന്ന് പറയുന്ന പോലെ തന്നെ കോൾഡ് ചായ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായി ഇവിടെ. ഒരു ഡിഫറെൻ്റ് ഐറ്റമാണ്, വെറൈറ്റി ഐറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി വാങ്ങിച്ചതെന്നാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ പൊന്നെ, അത് കുടിച്ചതോടുകൂടി എനിക്ക് മതിയായി, ചായ വേണ്ട, എനിക്ക് കോഫി മതി എന്നുള്ള രീതിയിൽ കോഫിയിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കോഫി കാര്യങ്ങളൊക്കെ കുടിച്ച് ബാക്കി ചീസ് കേക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ ബാക്കി പാക്ക് ചെയ്തു. ശേഷം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത് ചോയിങ്ങം എന്തോ എനിക്കറിയത്തില്ല, ചോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിൽ. ഇവിടുത്തെ പേര് പഠിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഞാൻ ആകെ പഠിച്ചേക്കുന്ന കൊതുകിന് യങ് എന്നാണ് പറയുക. യങ് ഞാൻ തോന്നുന്നു, അതും കറക്റ്റാണോന്ന് അറിയത്തില്ല. അങ്ങനെ ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ പഠിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പോൾ ചോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ARK ബാസിലാണ്. അവിടെ നൈറ്റല്ല, മോർണിംഗ് 8 തൊട്ടിട്ട് രാവിലെ നെക്സ്റ്റ് 2 o'clock, നെക്സ്റ്റ് ഡേ 2 o'clock വരെയും ഫുൾ ഗംഭീരമായിട്ടുള്ള DJ പാർട്ടീസ്, അതേപോലെ തന്നെ ബീച്ച് പാർട്ടി, പൂൾ പാർട്ടി എന്നൊക്കെ പറയും. ഡിഫറെൻറ്റ് പാർട്ടീസ് ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ പോണ വഴിക്ക് ഭയങ്കര മഴയായതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ടായിരുന്ന സ്പോട്ട് ഭയങ്കര ഫേമസ് ആണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് നല്ല ഗംഭീരമായിട്ട് കിട്ടുന്ന സ്പോട്ടാണ്. പക്ഷെ നമ്മളിവിടെ ഡിന്നർ കഴിക്കാനാണ് പോയത്. എന്നാൽ പോലും ആ ഒരു രീതിയിൽ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്നാലും എന്താ പറയുക, ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ രീതിയിൽ എന്തെങ്കിലും ഡിന്നറായിട്ട് കഴിക്കുക എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എൻഡ് ചെയ്തത് ബീഫ് പാസ്തയും അതേപോലെ തന്നെ ഒരു കുറേ ഫിഷസൊക്കെ ഉള്ള, അതായത് മീനിൻ്റെ പലതരം, സ്ക്വിഡ് ഉണ്ടായി, പ്രോൺസ് ഉണ്ടായി, മീനിൻ്റെ വേറെ പലതരം ഐറ്റംസൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാസ്ത എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് നമ്മളുടെ നോർമൽ ഒരു പൈപ്പ് പരുവത്തിലാണല്ലോ പാസ്ത വരിക. പാസ്ത ഒരു ട്യൂബ് പരുവത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഭയങ്കര സോഫ്റ്റായിട്ടൊരു ബ്രെഡ് പരുവത്തിലാണ് വരുന്നത്. മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു ബീഫ് പാസ്ത ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ചിക്കൻ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബീഫായിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത്. അപ്പം ബീഫിൻ്റെ എനിക്ക് അറിയത്തുണ്ടായില്ല ഇത് ടേസ്റ്റ് ഉണ്ടാവുക, കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഇതുവരെയും കഴിക്കാത്ത കൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. അപ്പം വന്നപ്പോഴേലും ബീഫിൻ്റെ പീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് ആ പാസ്ത നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തേക്കുന്ന ഒരു ഐറ്റമാണ്. ഒരു വെറൈറ്റി ഐറ്റമായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ മസാലയാണ്. ഒരു നാട്ടിലെ ആ ഒരു ഫീലൊക്കെ എവിടെയൊക്കെയോ കിട്ടി. പിന്നെ മാത്രമല്ല ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രോൺസ് അതേപോലെ സ്ക്വിഡൊക്കെ ഉണ്ടല്ലോ, അതും ഗംഭീരമായിരുന്നു. അതിനൊപ്പം തന്നെ നമുക്കൊരു വൈറ്റ് സോസ് പരുവത്തിലൊരു ഐറ്റം വരുന്നുണ്ട്. മയണൈസ് അല്ല, അതല്ലാതെ അതേപോലെ അതേ ടെക്സ്ചറിൽ വരുന്ന വേറെ എന്തോ സാധനമാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര യുണീക്കായിരുന്നു, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ അതും ഒന്ന് തൊട്ടിട്ട് നമ്മളുടെ ആ ഒരു പ്രോൺസ് അല്ലെങ്കിൽ സ്ക്വിഡൊക്കെ കഴിക്കുമ്പോഴേക്കും സ്വർഗത്തിലോട്ടേക്ക് പോയി വരുന്ന ഒരു പരുവത്തിലായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു മഴ കുറഞ്ഞു കാണുമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴേലും ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി ഒരു മസാജ് ചെയ്യാം. ഇവിടെ തായ്ലൻഡിൽ വന്നിട്ട് മസാജ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ട് കുറേ തവണ മസാജ് ചെയ്തു കേട്ടോ. ഫുഡ് മസാജ്, ഹെഡ് മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാണ്, ഗംഭീരമാണ്. ഓൾമോസ്റ്റ് 1 hourന് വരുന്ന പ്രൈസ് വന്നിട്ട് ഡിഫറെൻ്റ് ആണ്. ഓരോ സ്പോട്ടിൽ 1200 ഉണ്ട്. നമ്മുടെ നാട്ടിലെ പ്രൈസ് പറയുകയാണെങ്കിൽ ഇല്ല അത് 800 ഉണ്ട്. ഡിഫറെൻറ്റ് പ്രൈസസ് വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഹരി ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് ഏകദേശം ഇവിടെ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഭാഷ അറിയാതെ ഇത്രയും അടിപൊളിയായിട്ട് കമ്പനിയായിട്ട് അടിച്ച് നടക്കണമെന്ന്. ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ കടയിലുള്ള ആൾക്കാരെയും എല്ലാവരെയും അറിയാം. അതുകൊണ്ട് തന്നെ ഹരി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഓഫറാണ്. ലൈക്ക് ഏകദേശം 50% ഓഫ്, 30% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഓഫറാണ്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മസാജ് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ന് ഞങ്ങൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫൂട്ടും ഹെഡും ആയിരുന്നു. ഹരി ഓയിൽ മസാജ് ആയതുകൊണ്ട് അവൻ ഏതോ സൈഡിൽ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായി. അവൻ നന്നായിട്ട് ഇടിച്ച് വീഴുന്നു എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. എനിക്ക് ഈ പറയുന്ന പോലെ ഫുഡ് മസാജ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വന്ന ശേഷം അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫുഡ് മസാജ് ആയിരുന്നു. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ 2 കറുത്ത ഐറ്റം നല്ല രീതിയിൽ ചൂടുള്ള ഒരു ഐറ്റമാണ്. അത് ആദ്യം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓയിൽ മസാജൊക്കെ ചെയ്ത് നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഈ കല്ല് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോഴേലും മനസ്സിലാവണ്ടാവും എങ്ങനെയാണ് എന്താണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല ഗൈസ്. അടിപൊളിയാണ്. ഭയങ്കര എന്താ പറയുക, എനിക്ക് പേടി ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടോയെന്ന്. അവർ ആ ചൂട് അവരുടെ കയ്യിൽ ആദ്യം ആക്കിയിട്ട് നന്നായിട്ട് പോക്കും. ഒരുവിധം നല്ല ചൂടൊക്കെ പോക്കിയിട്ടാണ് ഇതേപോലെ ചെയ്യുക. ഭയങ്കര റിലാക്സിങ് ആണ്. പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം വരും. മാത്രമല്ല ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന പോലെ
ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം മസാജ് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നോക്കിയിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ചോയിങ് എന്ന് പറയുന്ന സ്പോട്ടിൽ നിറയെ നല്ല മസാജ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മിക്കവാറും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത്. അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ്. ഇവിടെ ഓൾറെഡി എനിക്ക് ഹരി ഉള്ളതുകൊണ്ട് അവൻ അറിയാവുന്നതുകൊണ്ട് അവനെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഓരോ രീതിയിലായിരിക്കും, പല രീതിയിൽ. നമുക്ക് എത്രത്തോളം ഈ പറയണ പോലെ ഹെവി വേണോ മീഡിയം വേണോ, നമുക്ക് ഈ മസാജ് ചെയ്യുമ്പോഴേ അവർ ചോദിക്കും ഏത് രീതിയിലാണെന്നുള്ളത്. പിന്നെ ഹെഡ് മസാജൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല രസമായിരുന്നു. എന്താ പറയുക, ഷോൾഡർ പെയിന്, അതേപോലെ കഴുത്ത് വേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മസാജൊക്കെ ചെയ്യുമ്പോഴേലും ഏകദേശം സെറ്റാണ്. ആൻഡ് ഓൾമോസ്റ്റ് 1 മണിക്കൂറേക്ക് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ചെയ്തപ്പോഴേലും 1200 ആയിരുന്നു. എനിക്ക് ഫുട്ട് മസാജും ഹെഡ് മസാജും, ഹരിക്ക് ഫുട്ട് മസാജും ഫുൾ ബോഡി മസാജാന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയിൽ ഓയിൽ മസാജായിരുന്നു തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്കൊരു സാധനം തന്നു. ഇതൊരു കഷായം പോലത്തെ ഐറ്റമാണ്. എൻ്റെ പൊന്നെ, ഇത് വായിൽ വെച്ചിട്ട് എൻ്റെ വാ മൊത്തത്തിൽ പൊള്ളിയിട്ടുണ്ടായി. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഹരിക്കൊരു ബെറ്റർ വേർഷനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തീർത്തു. ഞാനപ്പോൾ ശരി ഒരു ചെറിയ പണിയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് കൊടുത്തിട്ടുണ്ടായി. അവൻ കുടിച്ചതും അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ശരി എനിക്ക് അവനും കിട്ടിയിട്ടുണ്ടായിരുന്നു സിമിലർ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ എല്ലായിരുന്നു രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ARK ബാസിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവള് ഹരിയുടെ ഫ്രണ്ടാണ്. ഇവളുടെ പേര് മിയാവുന്നതാണ്. കറക്റ്റ് പേര് തന്നെയാണോ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇവളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച്, ഇവരൊക്കെ വേർഡും ആക്ഷനും ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് വലിയ രീതിയിൽ മനസ്സിലാവത്തില്ല. പക്ഷേ ഈ പറയണ പോലെ ഒരു സിംഗിൾ വേർഡോ അല്ലെങ്കിൽ ആക്ഷനോ ഇഷ്ടമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. നമ്മൾ അതിന് ശേഷം ഫയർ വർക്ക്സ് കാര്യങ്ങളുണ്ടോ എന്ന് കാണാൻ വേണ്ടി പോയി. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.